الرحمن علم القرآن خلق الإنسان. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. اللهم سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. رب اشرح لي صدري ويسر لي أمري വഹ്ലുൽ ഉഖദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, അത്തഹസ്സുലിൻ്റെ പ്രിയപ്പെട്ട പഠിതാക്കളെ, അറിവിന് വേണ്ടി നമ്മുടെ മുൻഗാമികൾ നടത്തിയ യാത്രകൾ തീർച്ചയായിട്ടും നമുക്കുള്ള പ്രചോദനമാണ്, നമുക്ക് മുന്നോട്ട് ഗമിക്കാനുള്ള ഇന്ധനമാണ്. ഞാനൊരു ചെറിയ സംഭവം പറഞ്ഞിട്ട് തുടങ്ങാം. കസീർ ബിൻ ഖൈസ് റഹിമഹുല്ല പറയാണ്, ഞാൻ അബൂദർദ റളിയല്ലാഹുവിൻ്റെ കൂടെ ദിമഷ്കിലെ പള്ളിയിലിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഒരാൾ വന്നു. അയാൾ അബൂദർദാവിനോട് സംസാരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനയിൽ നിന്നാണ് ഞാൻ വരുന്നത്. എന്തിനാ വന്നത്? ലി ഹദീസിൻ ബലഗനി അന്നക തുഹദ്ദിസുഹു അൻ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നിങ്ങൾ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, അത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നിങ്ങൾ നബിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് ഉണ്ട് എന്ന വിവരം അറിഞ്ഞിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ അബൂദർദ റളിയല്ലാഹു അൻഹു ആ മനുഷ്യനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ വേറെന്തെങ്കിലും ആവശ്യത്തിന് വന്നതാണോ? മദീനയിൽ നിന്ന് ദിമഷ്കിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കച്ചവടത്തിന് വന്നതാണോ, അല്ലെങ്കിൽ വേറെന്തെങ്കിലും ലക്ഷ്യം ഈ യാത്രക്കുണ്ടോ? അമാ ജിഅത ഇല്ലാ ലിഹാദൽ ഹദീസ്, അതല്ല ഈ ഒരു ഹദീസിന് വേണ്ടി മാത്രമാണോ നിങ്ങൾ വന്നിട്ടുള്ളത്? നഅം, ആ ഹദീസിന് വേണ്ടി മാത്രമാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ അബൂദർദ റളിയല്ലാഹു അൻഹു ആ മനുഷ്യനൊരു സന്തോഷ വാർത്ത അറിയിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, മൻ സലക ത്വരീഖൻ യത്ലുബു ഫീഹി ഇൽമ സലകല്ലാഹു ബിഹി ത്വരീഖൻ മിൻ തുറുഖിൽ ജന്ന. ആരെങ്കിലും അറിവന്വേഷിച്ചുകൊണ്ട് ഇൽമ് തേടിക്കൊണ്ട് ഒരു വഴിയിൽ പ്രവേശിച്ചാൽ അള്ളാഹു സ്വർഗത്തിലേക്കുള്ള വഴികളിൽപ്പെട്ട ഒരു വഴിയിൽ ആ മനുഷ്യനെ പ്രവേശിപ്പിക്കുമെന്നാണ്. പ്രിയപ്പെട്ടവരെ, എല്ലാ ആഴ്ചയും ഖുർആൻ പഠനത്തിന് വേണ്ടിയിട്ട് ഒരല്പസമയം നമ്മൾ മാറ്റിവെക്കുമ്പോൾ നമ്മളുള്ളത് സ്വർഗത്തിലേക്കുള്ള വഴിയിലാണ്, നമ്മുടെ മുൻഗാമികളുടെ വഴിയിലാണ്. അള്ളാഹു നമ്മുടെ പരിശ്രമങ്ങൾക്കും പ്രയത്നങ്ങൾക്കും ഏറ്റവും നല്ല പ്രതിഫലം നൽകട്ടെ. ബാറക്കല്ലാഹു ഫീക്കും. സൂറത്തുർ റഹ്മാനിലെ 42 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ദർസിൽ നമ്മൾ കേട്ടത്, നമ്മൾ പഠിച്ചത്. ഇനി 43 മുതലുള്ള ആയത്തുകളാണ് നമുക്ക് എടുക്കാനുള്ളത്. ആദ്യം ആ ഭാഗങ്ങൾ നമുക്കൊന്ന് ഓതി നോക്കാം. 43, 44, 45 ആയത്തുകൾ നിങ്ങൾ കൂടെ പാരായണം ചെയ്യുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഹാദിഹി ജഹന്നമു അല്ലതി യുകദ്ദിബു ബിഹൽ മുജ്രിമൂൻ യതൂഫൂന ബൈനഹാ വബൈന ഹമീമിൻ ആൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. ആഖിറത്തിലെ വിചാരണയെ പറ്റിയിട്ടും കുറ്റവാളികളെ അവരുടെ അടയാളം കൊണ്ട് തിരിച്ചറിയപ്പെടുമെന്നും ഒക്കെയാണ് കഴിഞ്ഞ ആയത്തുകളിൽ നമ്മൾ പഠിച്ചത്. ഇപ്പോൾ നമ്മൾ ഓതിയ ആയത്തുകളിലുള്ളത് അള്ളാഹുവിൻ്റെ നരകത്തെ പറ്റിയിട്ടുള്ള പരാമർശങ്ങളും ആ നരക ശിക്ഷയുടെ ഭീകരതയുമൊക്കെയാണ്. 43-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുകയാണ്, ഹാദിഹി ജഹന്നമുല്ലതി യുകദ്ദിബു ബിഹൽ മുജ്രിമൂൻ. ഹാദിഹി, ഇതാകുന്നു, ജഹന്നമു, അത് നരകത്തിൻ്റെ ഒരു പേരാണ്. ഇതാകുന്നു നരകം, അല്ലത്തി, എങ്ങനെയുള്ള, യുകദ്ദിബു, കദ്ദബ യുകദ്ദിബു, തക്ദീബ് എന്ന് പറഞ്ഞാൽ കളവാക്കുക എന്നാണ് അർത്ഥം. കദ്ദബ യുകദ്ദിബു തക്ദീബ്. യുകദ്ദിബു ബിഹ, അതിനെ കളവാക്കുന്നു, അൽ മുജ്രിമൂൻ, കുറ്റവാളികളായ ആളുകൾ. മുജ്രിമൂൻ എന്ന പദം നമ്മൾ തൊട്ട് മുമ്പത്തെ ദർസിൽ പഠിച്ചൊരു പദമാണ്.
മുജ്രിമുൻ എന്നതിൻ്റെ ബഹുവചനമാണ് മുജ്രിമൂൻ. അപ്പോൾ കുറ്റവാളികൾ നിഷേധിച്ചു തള്ളുന്നതായ നരകം ഇതാകുന്നു. ഇമാം സഅദി റഹിമഹുല്ലാഹു തആല പറയുന്നുണ്ട്, കുറ്റവാളികളെ നരകം സ്പർശിക്കുമ്പോൾ അവരോട് പറയപ്പെടുന്ന വാക്കാണിത്. അള്ളാഹുവിൻ്റെ വാഗ്ദാനത്തെ കളവാക്കിയവരായിരുന്നു അവരത് നേരിട്ട് കാണുകയാണ്. അവർ നിഷേധിക്കുകയും കളവാക്കുകയൊക്കെ ചെയ്ത നരകം അവരുടെ കണ്ണുകൾ കൊണ്ട് അവർ കാണുന്നു, അവരതിന് സാക്ഷികളാകുന്നു. സുബ്ഹാനല്ലാഹ്. ഇമാം ബഗവി റഹിമഹുല്ലാഹു തആല അൽ മുജ്രിമൂൻ എന്നതിന് നൽകിയിട്ടുള്ള വിശദീകരണം അൽ മുശ്രിക്കൂൻ എന്നാണ്. ഷിർക്ക് ചെയ്യുന്നവരായ ആളുകൾ. മുജ്രിമൂൻ എന്നതിന് ഇമാം ബഗവി റഹിമഹുല്ലയുടെ തഫ്സീറിൽ നമ്മൾ കാണുന്ന ഒരു വിശദീകരണം അതാണ്. ശരിക്ക് കുറ്റവാളികളെ കളിയാക്കിക്കൊണ്ടും അവരെ പരിഹസിച്ചുകൊണ്ടും അവരെ മോശമാക്കിയും പറയപ്പെടുന്ന വാക്കാണിത്. അവരെ നിന്ദിക്കുകയാണ്, അവരെ പരിഹസിക്കുകയാണ് അള്ളാഹു. ഇതങ്ങൾ കളവാക്കിയിരുന്ന ആൾക്കാരാണല്ലോ, ഇതൊന്നും ഇല്ല നിഷേധിച്ച മനുഷ്യന്മാരാണല്ലോ, എന്നാൽ ഇതാണ് നിങ്ങൾ നിഷേധിച്ച ആ നരകം എന്ന് അവരെ കളിയാക്കിക്കൊണ്ടും പരിഹസിച്ചുകൊണ്ടും പറയപ്പെടുമെന്നാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു ആ ഭീകരമായ അവസ്ഥയിൽ നിന്ന്, ആ നിന്ദ്യതയിൽ നിന്ന് നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നരകത്തെ പറ്റിയിട്ട് സ്വഹാബിമാർക്ക് പറഞ്ഞു കൊടുത്ത ചില വചനങ്ങൾ ഞാൻ ഉണർത്താം. നമ്മളത് ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കണം. എത്ര ഭീകരമാണ്, ഭയാനകമാണ് വരാനിരിക്കുന്ന ശിക്ഷയെന്ന് നമ്മൾ ആലോചിക്കണം. നമ്മൾ സങ്കല്പിക്കുന്നതോ നമ്മൾ കണക്ക് കൂട്ടുന്നതോ ഒന്നുമല്ല നരകവും സ്വർഗം എന്ന് പറഞ്ഞാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ചില ഹദീസുകൾ ശ്രദ്ധിക്കുക. ചില ഹദീസുകളൊക്കെ നമ്മൾ ഒരുപാട് കേട്ടതായിരിക്കും, എന്നാലും ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന നിലക്ക് ഞാൻ ഉണർത്തുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ മദീനയിൽ ഇരിക്കുന്ന സമയത്ത് ഒരു ശബ്ദം കേട്ടു. അപ്പോൾ നബി സ്വഹാബിമാരോട് ചോദിക്കുകയാണ്, തദ്റൂന മാ ഹാദ, ഇപ്പം കേട്ട ആ ശബ്ദം എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ? അവർ പറഞ്ഞു, അല്ലാഹു വ റസൂലുഹു അലം, ഹാദ ഹജറുൻ റുമിയ ബിഹി ഫിന്നാർ മുൻദു 70 ഖരീഫൻ. ആ ശബ്ദം എന്താണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചു കൊടുക്കാൻ, 70 വർഷങ്ങൾക്ക് മുമ്പ് നരകത്തിലേക്ക് എറിയപ്പെട്ട ഒരു കല്ല്, അത് ഇപ്പോഴാണ് നരകത്തിൻ്റെ അടിത്തട്ടിലെത്തിയിട്ടുള്ളത്. ആ ശബ്ദമാണ് നിങ്ങൾ കേട്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബിമാർക്ക് പറഞ്ഞു കൊടുക്കാൻ. സുബ്ഹാനല്ലാഹ്. 70 വർഷങ്ങൾക്ക് മുമ്പ് നരകത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്കിട്ട കല്ല്, ആ നരകം എന്തായിരിക്കും? ആ നരകം എന്തൊരു സൃഷ്ടിയാണ്, അതിൻ്റെ ചൂടെത്രയാണ്, അതിൻ്റെ കാഠിന്യം എത്രയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മനുഷ്യർ കത്തിക്കുന്ന തീ നരകതാപത്തിൻ്റെ 70 ഒരംശം മാത്രമാണ്. അപ്പോൾ സ്വഹാബിമാർ ചോദിക്കുന്നുണ്ട്, വല്ലാഹി ഇൻ കാനത് ലകാഫിയതൻ യാ റസൂലല്ലാഹ്, ഇത് തന്നെ വേണ്ടത്ര ചൂടുണ്ടല്ലോ റസൂലേ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നരകത്തീൻ്റെ ചൂടിനെ പറ്റിയിട്ട് പറഞ്ഞത് എന്താണ്? ഫഇന്നഹാ ഫുദ്ദിലത് അലൈഹാ ബി69 ജുസ്അൻ കുല്ലുഹാ മിസ്ലു ഹർരിഹാ. നരകത്തീ ഇതിനേക്കാളും 69 ഇരട്ടി ചൂടുള്ളതായിരിക്കും. ഓരോ ഇരട്ടിയും ഇതുപോലെ ചൂടുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. ഇനി ആ നരകത്തിൻ്റെ വലുപ്പം എത്രയാണ്? അതിനെ പറ്റിയിട്ട് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ഒരു ഹദീസ് കൂടി ശ്രദ്ധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നാളെ നരകത്തെ കൊണ്ടുവരുന്ന രംഗം വിശദീകരിക്കുകയാണ്. യുക്താ ബി ജഹന്നം യൗമഇദിൻ ലഹാ 70,000 സിമാം. നാളെ നരകത്തെ 70,000 കടിഞ്ഞാണുകളിലായിട്ടാണ് കൊണ്ടുവരപ്പെടുക. മഅ കുല്ലി സിമാമിൻ 70,000 മലക്കിൻ യജിറൂനഹ. ഓരോ കടിഞ്ഞാണിലും 70,000 വീതം മലക്കുകൾ ഉണ്ടായിരിക്കും. അവരാണത് വലിച്ചു കൊണ്ടുവരിക. ഈ ഹദീസിനെ പറ്റിയിട്ട് ഒന്നുകൂടി ആലോചിക്കുക. 70,000 കടിഞ്ഞാണുകളിലാണ് നരകത്തെ കൊണ്ടുവരിക. ഓരോ കടിഞ്ഞാണിലും 70,000 മലക്കുകൾ ഉണ്ടാവുമെന്ന് പറഞ്ഞത്. മൊത്തത്തിൽ 70,000 മലക്കുകളല്ല, ഓരോ കടിഞ്ഞാണിലും മഅ കുല്ലി സിമാമിൻ, ഓരോ കടിഞ്ഞാണിലും 70,000 മലക്കുകൾ ഉണ്ടാകും. ആ നരകത്തെ നേരിട്ട് കൺമുമ്പിൽ കാണുകയും ഇതാണ് നിങ്ങൾ നിഷേധിച്ച നരകമെന്ന് കുറ്റവാളികളോട് പറയപ്പെടുകയും ചെയ്യുന്ന ആ രംഗമൊന്ന് ചിന്തിക്കുക പ്രിയപ്പെട്ടവരെ. ഹാദിഹി ജഹന്നമുല്ലതി യുകദ്ദിബു ബിഹൽ മുജ്രിമൂൻ. അതാണ് സൂറത്തുർ റഹ്മാനിലെ 43-ാമത്തെ ആയത്ത്. കുറ്റവാളികളെ പരിഹസിച്ചുകൊണ്ടും കളിയാക്കിക്കൊണ്ടും അവരെ മോശമാക്കിക്കൊണ്ടും അവരെ നിന്ദ്യരാക്കിക്കൊണ്ടും പറയപ്പെടുന്ന വാക്കാണിത്. ഹാദിഹി ജഹന്നമുല്ലതി യുകദ്ദിബു ബിഹൽ മുജ്രിമൂൻ.
അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇനി പ്രിയപ്പെട്ടവരെ, 44-ാമത്തെ ആയത്ത് ശ്രദ്ധിക്കുക. യതൂഫൂന ബൈനഹ വബൈന ഹമീമിൻ ആൻ. അതിനും തിളച്ചുപൊള്ളുന്ന ചൂടുവെള്ളത്തിനുമിടക്ക് അവർ ചുറ്റിത്തിരിയുന്നതാണ്. അതാണ് ആ ആയത്തിൻ്റെ മൊത്തത്തിലുള്ളൊരു അർത്ഥം. തോഫ യതൂഫു, തവാഫ് എന്ന് പറഞ്ഞാൽ ചുറ്റിക്കറങ്ങുക, ചുറ്റിത്തിരിയുക എന്നൊക്കെയാണ് അർത്ഥം. നമ്മൾ കഅബക്ക് ചുറ്റും തവാഫ് ചെയ്യാന്ന് പറയലല്ലേ. തവാഫ് എന്ന് പറഞ്ഞാൽ ചുറ്റിത്തിരിയുക. യതൂഫൂന, അവർ ചുറ്റി അലയുന്നതാണ്. ബൈനഹ, അതിനിടയിൽ അഥവാ ആ നരകത്തിനിടയിൽ. വബൈന ഹമീമിൻ ആൻ, അതുപോലെ തന്നെ ചൂടേറിയ വെള്ളത്തിൻ്റെയും ഇടയിൽ. ഹമീം എന്ന് പറഞ്ഞാൽ ചൂടേറിയത് എന്നാണ് അർത്ഥം. ആനിൻ എന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റം. ശരിക്ക് ഹമീം എന്നുള്ളത് തീക്കനലിനൊക്കെ അറബിയിൽ പറയാറുണ്ട്. ഇമാം സഅദി റഹിമഹുല്ലാഹു തആല ഹമീമിൻ ആൻ എന്നതിന് നൽകിയിട്ടുള്ള വിശദീകരണം മാ ഉൻ ഹാറുൻ ജിദ്ദ, അങ്ങേ അറ്റത്തെ ചൂടുള്ള വെള്ളം. ഖദിൻതഹ ഹർറുഹു, അതിൻ്റെ ചൂട് അവസാനിച്ചിട്ടുണ്ട്, ഇനി ചൂടാക്കാനില്ല, അതിൻ്റെ മാക്സിമം ലെവലിൽ എത്തിയിട്ടുണ്ട്, അത്രക്കും ചൂടുള്ള വെള്ളം. അതാണ് ഹമീമിൻ ആൻ എന്നതിന് ഇമാം സഅദി റഹിമഹുല്ലാഹു തആലക്ക് നൽകുന്ന വിശദീകരണം. ആനിൻ എന്ന വാക്കിൻ്റെ അർത്ഥം അതാണ്, അങ്ങേ അറ്റത്തെത്തിയത്, ചൂടിൻ്റെ മാക്സിമം ലെവലിൽ എത്തിയത്, അങ്ങേയറ്റം പാകമായത്, മൂപ്പെത്തിയത് എന്ന നിലക്കൊക്കെ ആ പദം ഉപയോഗിക്കാറുണ്ട്. സൂറത്തുൽ ഗാഷിയയിലെ 5-ാമത്തെ ആയത്ത് ശ്രദ്ധിക്കുക. തുസ്ഖാ മിൻ ഐനിൻ ആനിയ, ചുട്ടു തിളക്കുന്ന ഒരു ഉറവിൽ നിന്ന് അവർ കുടിപ്പിക്കപ്പെടുന്നതാണ്. അവിടെ വന്നിട്ടുള്ള പദം ആനിയ എന്നാണ്. ഐനിൻ ആനിയ, ചുട്ട് തിളക്കുന്ന ഒരു ഉറവിൽ നിന്ന്. സൂറത്തുൽ കഹ്ഫിലെ 29-ാമത്തെ ആയത്തിൽ നരകക്കാർ വെള്ളത്തിന് വേണ്ടി സഹായം തേടുന്നതും അവർക്ക് കുടിക്കാൻ വെള്ളം കൊടുക്കുന്നതും അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. വഇൻ യസ്തഗീസു യുഗാസു ബിമാഇൻ കൽമുഹ്ലി യശ്ഫിൽ വുജൂഹ്. അല്ലേ, എന്താണ് ആ വെള്ളത്തിൻ്റെ അവസ്ഥ? അത് മുഖങ്ങളിലേക്ക് അടുപ്പിക്കുമ്പോൾ ആ മുഖങ്ങളെ എരിച്ചു കളയുന്നതാണ് പറഞ്ഞത്. യശ്ഫിൽ വുജൂഹ്, മുഖങ്ങളെ കരിച്ചു കളയും. ബിഅസ ശറാബു വസാഅത് മുർത്തഫഖ, അതെത്ര ദുഷിച്ച പാനീയമാണ്, ആ നരകം എത്ര ദുഷിച്ച വിശ്രമ സ്ഥലമാണ് എന്ന് സൂറത്തുൽ കഹ്ഫിലെ 29-ാമത്തെ ആയത്തിൽ അള്ളാഹു നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇബ്നു കസീർ റഹിമഹുല്ലാഹു തആല പറയുന്നുണ്ട്, ചില സമയത്ത് നരകക്കാർക്ക് ആ നരകത്തെ കൊണ്ടുള്ള ശിക്ഷ ഉണ്ടാകും. ജഹീം എന്ന് പറഞ്ഞാൽ ആ അഗ്നി കൊണ്ട്, തീ കൊണ്ടുള്ള ശിക്ഷ ഉണ്ടാകും. വതാറത്തൻ യുസ്ഖൗന മിനൽ ഹമീം, ചില സമയത്ത് അവരെ ഹമീമിൽ നിന്ന് കുടിപ്പിക്കുന്നതാണ്. ഹമീം എന്ന് കുടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് തന്നെ പറയാണ്, അത് ഈ ചെമ്പൊക്കെ ഉരുക്കിയ പോലത്തെ ഒരു ദ്രാവകമാണ്. അത് കുടിച്ചു കഴിഞ്ഞാൽ ഒരാളുടെ വയറിന് എന്താ സംഭവിക്കുക? ആ വയറൊക്കെ തകർന്ന് കീറി ചിന്ന ഭിന്നായി പോവില്ലേ? അതാണ് സംഭവിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, അതാണ് നരകത്തിലെ പാനീയം. ഇനി അതിൻ്റെയും അങ്ങേയറ്റം ഉഷ്ണമേറിയ വെള്ളത്തിൻ്റെയും ഇടയിലായിട്ട് അവർ ചുറ്റി അലയുമെന്നതിന് ചില മുഫസ്സിറുകളൊക്കെ നൽകിയിട്ടുള്ള വ്യാഖ്യാനം നരകത്തിൻ്റെ പല തട്ടുകളിലായിട്ട് ഇവർ അലഞ്ഞ് തിരിയുമെന്നാണ്. ഇമാം സഅദി റഹിമഹുല്ലാഹ് അങ്ങനത്തെ വ്യാഖ്യാനം നൽകിയത് നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു അലം. സൂറത്തുർ റഹ്മാനിലെ ഈ ആയത്ത് നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് വായിക്കേണ്ട 2 ആയത്തുകളാണ് 40-ാം അധ്യായം സൂറത്തു ഗാഫിറിലെ 71-72 ആയത്തുകൾ. അവിടെ അള്ളാഹു പറയുന്നുണ്ട്, ഇദിൽ അഗ്ലാലു ഫി അഅനാഖിഹിം വസ്സലാസിലു യുസ്ഹബൂന ഫിൽ ഹമീമി സുമ്മ ഫിന്നാരി യുസ്ജറൂൻ. അവരുടെ കഴുത്തുകളിൽ കുരുക്കുകളും ചങ്ങലകളുമായി അവർ ചുട്ടുതിളക്കുന്ന വെള്ളത്തിലൂടെ വലിച്ചിയക്കപ്പെടുന്ന സന്ദർഭം, പിന്നീട് അവർ നരകാഗ്നിയിൽ എരിക്കപ്പെടുകയും ചെയ്യും. ഈ ആയത്തുകളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട വേറൊരു പോയിൻ്റ് കൂടിയുണ്ട്. അള്ളാഹുവിൻ്റെ റഹ്മത്ത് അതെത്ര വിശാലമാണ്, എത്ര കാരുണ്യമുള്ളവനാണ് നമ്മുടെ റബ്ബ്. അവൻ റഹ്മത്തിനെ 100 ഭാഗങ്ങളാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിലൊരു ഭാഗമാണ് ദുനിയാവിലേക്ക് അയച്ചിട്ടുള്ളത്. ബാക്കി 99 ഭാഗവും അള്ളാഹു ആഖിറത്തിൽ പിടിച്ചു വച്ചിരിക്കുകയാണ്, ആഖിറത്തിൽ കാരുണ്യം കാണിക്കാനായിട്ട്. ആ കാരുണ്യം പോലും കിട്ടാത്ത ആൾക്കാരാണ് ഈ പറഞ്ഞ മുജ്രിമൂൻ, കുറ്റവാളികൾ. അവരെത്ര വലിയ ദൗർഭാഗ്യവാന്മാരാണ് എന്ന് നമ്മൾ ചിന്തിക്കുക. അതെത്ര വലിയ നഷ്ടമാണ്, എത്ര വലിയ തീരാ ദുഃഖമാണ്. അള്ളാഹു അങ്ങനെയുള്ള അവസ്ഥകളിൽ നിന്നൊക്കെ
നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ശേഷം 45-ാമത്തെ ആയത്തിൽ അള്ളാഹു വീണ്ടും ചോദിക്കുകയാണ്, ഫബി അയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. അപ്പോൾ നിങ്ങൾ ഇരു വിഭാഗത്തിൻ്റെയും റബ്ബിൻ്റെ അനുഗ്രഹങ്ങളിൽ ഏതിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, അടുത്ത ഭാഗത്ത് അള്ളാഹു നമ്മളോട് സംസാരിക്കുന്നത് അവൻ്റെ സ്വർഗത്തെ പറ്റിയിട്ടാണ്. ആർക്കാണ് ആ സ്വർഗമെന്നാണ്. അടുത്ത ദർസിൽ വിശദമായിട്ട് നമുക്ക് പറയാം. അള്ളാഹു കൂടുതൽ അറിയാനും പഠിക്കാനൊക്കെ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കുമുല്ലാഹു ഖൈറ. നമ്മുടെ വീഴ്ചകൾ അള്ളാഹു പുറത്തു തരട്ടെ. അള്ളാഹു ഇഷ്ടപ്പെടുന്ന അവൻ്റെ നല്ല അടിമകളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും അവനെ ഉൾപ്പെടുത്തട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.